ഹായ് ഹലോ എല്ലാവർക്കും അമ്മൂസ് അനൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇഷ്ടമായെങ്കിൽ ലൈക്കും കൂടി ചെയ്യണം. ഞാനിവിടെ കുറേ കക്കിരിക്ക വിത്തുകൾ ഇതാ പാവിയിട്ടുണ്ട് കേട്ടോ. കക്കിരിക്കയാണോ വെള്ളരിക്കയാണോ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അമ്മുവിൻ്റെ സ്കൂളിൽ നിന്ന് അമ്മു കൊടുന്നതാണ് കേട്ടോ കുറേ വിത്ത്. അപ്പോൾ ഞാൻ കുറച്ച് ഒരു 4-5 വേറെ പാവി ഇത്തിരി വലുതായിട്ട് മാറ്റി നട്ടതാണ്. അതുകൊണ്ടാണ് ചിലതൊക്കെ നല്ല വള്ളി വീശാനായിട്ടുണ്ട്, വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ തയ്യാൾ കുഞ്ഞു കുഞ്ഞു തയ്യാൾ അതെന്താ അറിയാം, അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഞാൻ ബാക്കിയുള്ള വിത്തുകൾ കൊണ്ട് പാവിക്കൊടുത്തതാണ്. എന്താ വെച്ചാൽ നമുക്ക് എത്ര നല്ലതായിട്ട് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ഇല തിന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിലൊരു തരം ആമ പോലൊരു ഇതാണ് ഈ കക്കിരിക്ക ചെടീന് വെള്ളരിക്ക ചെടീന് ഇലയൊക്കെ തിന്നണത് കേട്ടോ. അപ്പോൾ ഈ ഇല പോയാൽ ആ ചെടി പിന്നെ വലിയ ഗുണം ഇല്ലാതെയാണ് വളരുക. പിന്നെ അതിൽ നമുക്കൊരു ഗുണമൊന്നും ഉണ്ടാവില്ല. നമ്മൾ എത്ര വളം കൊടുത്തിട്ടും കാര്യം ഉണ്ടാവില്ല, കീടനാശിനിയൊന്നും കൊടുത്തിട്ടും കാര്യം ഉണ്ടാവില്ല. നമ്മൾ തുടക്കത്തിൽ തന്നെ നോക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കുഞ്ഞാമ്മ ആണെങ്കിൽ പൊന്നാമ്മ എന്ത് വേണമെങ്കിലും വിളിക്കാം. എന്തായാലും ഈ കാണുന്ന ഭംഗിയാളുടെ പ്രവൃത്തിയിലില്ല. കാരണം അതാണ്ടോ നമ്മുടെ ഇലയൊക്കെ തിന്ന് തീർക്കുകയാണ്. അപ്പോൾ അതിന് 1-2 ഉള്ളൂ വെച്ചാൽ ചെറിയ ചെടികളിലൊക്കെ 1-2 ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ അതിനെ കൂടെ ഡയറക്റ്റായി പിടിച്ചിട്ടുണ്ടല്ലോ, ഇതങ്ങനെ ഒന്ന് അമർത്തി ഒന്ന് ചമ്മന്തിയാക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ചെടികളിൽ വലിയ ദോഷം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പക്ഷേ ഇത്തിരി വലുതായാലോ, വള്ളി നല്ല വീശി ഇത്തിരി വലുതായി തുടങ്ങിയാൽ നമ്മൾ വേപ്പെണ്ണ മെൽഷനൊക്കെ അടിച്ചു കൊടുക്കണം കേട്ടോ, എന്നാലേ അത് പോവുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു കക്കിരിക്കത് നന്നായി ഒന്ന് വളരാൻ വേണ്ടിയിട്ട് നല്ലൊരു കീടനാശിനി നല്ലൊരു വളവും ഒക്കെ ആയിട്ടുള്ള ഒരു ഇതാണ് വീഡിയോയിൽ കാണിക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1 സ്പൂണ് ചായപ്പൊടിയാണ് ഇടുന്നത്. നമ്മൾ കടയിൽ നിന്ന് അങ്ങനെ സാധാരണ ചായപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 1 സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആ 1 സ്പൂണ് ചായപ്പൊടി ഇട്ടതിലേക്ക് ഞാൻ എന്താ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണേ. അപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് അപ്പം തന്നെ ചെടികൾക്ക് ഒഴിച്ചിട്ടോ എന്തെങ്കിലും ചെയ്ത് ഒഴിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല കേട്ടോ. അത് നമ്മൾ 2 ദിവസമെങ്കിലും വെക്കണം, എന്നാലാണ് ആ ചായപ്പൊടീൻ്റെ സത്തൊക്കെ ഇറങ്ങി വരുള്ളൂ. അപ്പോൾ ആ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാനിത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, അത് നല്ല കട്ടുള്ളൊരു വെള്ളമായിട്ടുണ്ട്. നമ്മളിത് ചൂടുവെള്ളത്തിലൊന്നല്ല ഇട്ടിട്ടുള്ളത്, തിളപ്പിച്ചിട്ടോ ഒന്നുമില്ല. 2 ദിവസം പറഞ്ഞാൽ 2 ദിവസം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ളത് നല്ല പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള നമ്മുടെ സ്വന്തം ചാരമാണ് കേട്ടോ. അപ്പോൾ വിറക് കത്തിച്ച ചാരം തന്നെ വേണം കേട്ടോ. നമ്മൾ കരിയിൽ കത്തിച്ച ചാരത്തിലൊന്നും അധികം പൊട്ടാഷ് ഉണ്ടാവില്ല. അപ്പോൾ വളങ്ങളും കീടനാശിനിയൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ചാരം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ 4 സ്പൂണാണ് ഞാനിത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ 1 സ്പൂണ് ചായപ്പൊടിക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. പിന്നെ ഇതാ 4 സ്പൂണ് ചാരാണ് ഇട്ടിട്ടുള്ളത്. ഇത് നല്ലോണം ഒന്ന് കലക്കുക. പിന്നെ ഇതാ കാൽസ്യം ഫോസ്ഫറസ് ഒക്കെ അടങ്ങിയിട്ടുള്ള നമ്മുടെ മുട്ടത്തോട് പൊടിച്ചതാണ് കേട്ടോ അടുത്തത് ഇട്ടുകൊടുക്കാൻ പോണത്. അപ്പോൾ മുട്ടത്തോട് ഞാൻ നൈസായിട്ട് പൊടിക്കണത് ആവശ്യത്തിന് വേണ്ടി മാത്രമാണ്. ബാക്കിയുള്ളത് ഞാൻ അങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ നമുക്ക് വളം കൊടുക്കാനും ഒക്കെ ആയിട്ട് ചെടികളുടെ മീതയ്ക്ക് ഇട്ട് കൊടുക്കാനൊക്കെ ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറേ. അപ്പോൾ 1 സ്പൂണ് മുട്ടത്തോട് പൊടിച്ചതും കൂടി ഇട്ടിട്ട് ഇതാ നല്ലോണം ഒന്ന് കലക്കിയിട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് 2 ദിവസം ഒന്ന് മാറ്റി വയ്ക്കണം കേട്ടോ. 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസമെങ്കിലും മാറ്റി വയ്ക്കണം. അപ്പോൾ അതാ 1 ദിവസം മാറ്റി വെച്ചതാണിത്. കുറേ ദിവസം വെയിറ്റ് ചെയ്യാനുള്ളൊരു ഇതുണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ 1 ദിവസമാണ് കേട്ടോ മാറ്റി വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതാ നല്ലോണം ഇതൊന്ന് മിക്സ് ആയിട്ടുണ്ട്. മുട്ടത്തോട് പൊടിച്ചതൊന്നും പിന്നെ എത്ര ചെയ്യാലും അത് ചാരമൊന്നും അങ്ങോട്ട് കലങ്ങൂലല്ലോ, അതായത് അലിഞ്ഞു പോവില്ല. അപ്പോൾ 1 ബക്കറ്റ് വെള്ളത്തേക്കാണ് ഞാനിത് ഒഴിച്ചിട്ട് നേർപ്പിക്കാൻ പോണത് കേട്ടോ. ചെറിയ തയ്യാളാവും കൊണ്ടാണ് ഞാൻ 1 ബക്കറ്റ് നിറച്ച് വെള്ളം എടുത്തിരുന്നത്. അല്ലെങ്കിൽ വലിയ തയ്യാൾക്കൊക്കെയാണ് വെച്ചാൽ നമ്മൾ 3/4 ബക്കറ്റ് വെള്ളം എടുത്താൽ മതി കേട്ടോ ഇത്രയും ഉണ്ടാക്കിയതിന്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് അങ്ങോട്ട് ഇളക്കിയിട്ട് അതിൻ്റെ തെളിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോണത്. അപ്പോൾ അതാണ്ടോ ഇത് നല്ലൊരു വളമായിട്ടുണ്ട്. കീടനാശിനിയാണ്, സ്പ്രേ ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഇപ്പോൾ സ്പ്രേ ഒന്നും ചെയ്ത് കൊടുക്കണില്ല കേട്ടോ. കാരണം 1-2 ആ കുഞ്ഞാമ്മകളുണ്ടായിരുന്നതിനൊക്കെ ഞാൻ പിടിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ഒരാവശ്യമില്ലേക്ക് ഞാനിത് അടിയിലേക്ക് നല്ലോണം ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് മണ്ണൊന്ന് ഇളക്കി കൊടുക്കാനുണ്ട്. അത് ഞാനിപ്പോൾ ഇത് ഇളക്കി കൊടുക്കണമൊന്നുമില്ല കേട്ടോ. ഞാനെല്ലാം കൂടി മൊത്തത്തിലൊപ്പം ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ചെടീൻ്റെ മീതയ്ക്കായാലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇത് ചെടികൾക്ക് ഒരു ദോഷം ഉണ്ടാക്കണില്ല. ധൈര്യമായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ളതുണ്ടല്ലോ അതിൻ്റെ തെളി ഞാൻ ഇതാ ചെറിയ മുളകും തൈകൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മൾ നല്ല ബെഡൊക്കെ ഒരുക്കി നട്ട മുളകും തൈകളാണിത്. അത്രയേ ആയിട്ടുണ്ട്, ഓരോന്നും ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ വളർന്നു വരുന്നുണ്ട്.
അപ്പോൾ അതിനൊക്കെ ഒരു കീടബാധ ഒന്നും കുരുടിപ്പോൾ ഒന്നും ഇപ്പോൾ കാണാനില്ലാത്തതും കൊണ്ട് ഞാനിപ്പോൾ അതിനൊന്നും സ്പ്രേ ചെയ്ത് കൊടുക്കാറില്ല കേട്ടോ. അതങ്ങനെയുള്ള ഓരോ വളങ്ങൾ ഒഴിച്ചു കൊടുക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ നല്ലോണം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാത്തിലേക്കും ഒഴിച്ചു കൊടുക്കാനുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, ഒരൊറ്റ ബക്കറ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ചെറിയ ചെറിയ തൈകൾക്ക് മാത്രമേ ഞാനിപ്പോൾ കൊടുക്കണുള്ളൂ. വലുതിനൊക്കെ ഇപ്പോൾ കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം അത്യാവശ്യം കായൊക്കെ പിടിക്കുന്നുണ്ടായില്ല. അപ്പോൾ ബാക്കിയുള്ള അടിഭാഗമാണ് കേട്ടോ അത്. ഇതിലേക്ക് നമ്മൾ എന്താ ചെയ്യണത്, ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കണില്ല, ചാരം ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ചായപ്പൊട ഇതൊക്കെ ഇപ്പോഴും ഉണ്ടാവും കട്ട്. അപ്പോൾ ഡയറക്റ്റായിട്ട് ഒഴിച്ചെടുത്താൽ ഭയങ്കര ദോഷമായിരിക്കും. അപ്പോൾ വെള്ളം കലർത്തിയിട്ട് ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ കക്കിരിക്കയ്ക്ക് ഇനി ഇട്ടെടുക്കാൻ പോണ ശീമക്കൊന്നയിലൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നല്ലോണം അടിയിൽ കൂടെ അങ്ങോട്ട് പുതയിട്ട് കൊടുത്താണ്ടല്ലോ ഈ കുഞ്ഞാമയുടെ ബുദ്ധിമുട്ടൊന്നും പിന്നെ ഈ ചെടികൾക്ക് ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ നാലും നോക്കണം, ഇടയ്ക്കിടയ്ക്ക് ദിവസം ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ അതിൻ്റെ ഇല ഒറ്റൊന്നും കാണില്ല. ഞാൻ മുമ്പ് കുറേ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഒരു 4-5 ഇല വരുമ്പോഴേക്കും അതിൽ വെറും വള്ളി മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെയാണ് ഉണ്ടാവാല്. അപ്പോൾ ശീമക്കൊന്നയില മുകളിലാവുകൊണ്ട് ഞാൻ പിന്നെ ബാക്കിയുള്ളൊന്നും അറുത്തിട്ടില്ല. തികയാത്തതിന് പകരം ഇതാ മുരിങ്ങയുടെ ഇലയാണ് ഇട്ട് എടുക്കുന്നത്. ശീമക്കൊന്നയിലയ്ക്കും മുരിങ്ങയുടെ ഇലയ്ക്കൊക്കെ ഏകദേശം ഒരേ ഇതാണ് ഗുണമാണുള്ളത്. അപ്പോൾ ബാക്കിയുള്ള ഭാഗത്തൊക്കെ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് ദിവസത്തേക്ക് നമുക്കിതിന് വളം ഇട്ട് കൊടുക്കുക ഒന്നും വേണ്ട ആവശ്യമില്ല. ഈ ശീമക്കൊന്നയിലേക്ക് കയ്യിലേക്ക് ഇങ്ങനെ അഴുകി ചേരുമ്പോൾ നല്ലൊരു വളമായി മാറും. എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം എല്ലാവർക്കും ബൈ.